ചിത്രത്തിന്റെ തുടക്കത്തിൽ ലോയറായി പഠിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടാളത്തിലെ ഒരു സ്പെഷ്യൽ ടീമിൽ ജോയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നു. പക്ഷേ വിധി വേറൊന്നായിരുന്നു. കാരണം ഫസ്റ്റ് മിഷനിൽ തന്നെ ഫെയിലിയർ ആവുന്നു. ഒരു ഹെലികോപ്റ്റർ ക്രാഷ് കാരണം നായകന് പരിക്ക് പറ്റുകയും കൂടെയുള്ളവരെല്ലാം മരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ ഓൾഡ് ജോബായ ലോയർ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ അദ്ദേഹം ഇന്ന് ഭാര്യയും കുട്ടികളുമായി സന്തോഷമായി ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ പഴയ ആർമി ഓഫീസർ അദ്ദേഹത്തെ കാണാൻ വരുന്നു. ഇയാൾ വന്നത് തന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്യൂരിറ്റി ടീമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ്. കേസ് ഇല്ലാത്തതിനാലും ക്യാഷിന്റെ ടൈറ്റ് കാരണവും അദ്ദേഹത്തിന് ഈ ടീമിൽ ജോയിൻ ചെയ്യേണ്ടതായി വന്നു. അങ്ങനെ ഫസ്റ്റ് മിഷൻ തന്നെ തങ്ങളുടെ ഹെലികോപ്റ്റർ തകർത്ത പാലിഡോണിയയുടെ പ്രസിഡന്റായ വെനീഗസിന്റെ അടുത്തേക്ക് ഇന്റർവ്യൂ പോകുന്ന ഒരു ചാനൽ അവതാരികയെ സംരക്ഷിക്കുക എന്നതായിരുന്നു. അദ്ദേഹത്തിന് വെനീഗസിനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അവതാരികയായ ക്ലാരയെ കൂട്ടി വെനീഗസിനെ മീറ്റ് ചെയ്തു. അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രു സൈന്യം വെനീഗസിന്റെ വണ്ടി ആക്രമിക്കുന്നു. എല്ലാ സെക്യൂരിറ്റി ഗാർഡ്സിനെയും അവർ കൊല്ലുന്നു. അവിടെ നിന്ന് നമ്മുടെ ഹീറോ അവരെ രക്ഷിക്കുന്നു. അങ്ങനെ അവർ ഒരു കാട്ടിലകപ്പെടുന്നു. അവിടെ നിന്ന് അവർ ഉൾഗ്രാമത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ആ സ്ഥലത്തുള്ള എല്ലാവരും വെനീഗസിനെ നല്ലവണ്ണം അറിയുന്നവരും ഇഷ്ടപ്പെടുന്നവരും ആയിരുന്നു. അവർ അവനെ സംരക്ഷിക്കുന്നു. അങ്ങനെ അവരുടെ ബലത്തിൽ ക്ലാര വെനീഗസിന്റെ ഇന്റർവ്യൂ എടുക്കുന്നു. കൂടുതൽ ടൈമൊന്നും ആ ഇന്റർവ്യൂ നീണ്ടുപോയില്ല. അപ്പോഴേക്കും ആ ഗ്യാങ് അവരെ കണ്ടെത്തി. അവിടെ എത്തിയ ഗ്യാങ്ങും ആ പടത്തലവനും ക്ലാരയെ പിടിച്ചുകൊണ്ടു പോകുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ആ ഗ്യാങ് ലീഡറെ കണ്ടെത്തി അവനിൽ നിന്ന് ക്ലാരയെ രക്ഷിക്കുന്നു. അങ്ങനെ ക്ലാരയും വെനീഗസും നമ്മുടെ ഹീറോയും അവരുടെ ഓഫീസിൽ എത്തിയപ്പോഴാണ് വെനീഗസിന് ഒരു കാര്യം മനസ്സിലായത്. തൻ്റെ കൂടെയുള്ളവർ തന്നെ തൻ്റെ അധികാരം തട്ടിയെടുക്കാൻ വേണ്ടി തന്നെ ഒറ്റിക്കൊടുത്താണ് ഈ കൊള്ളക്കാർക്കെന്ന്. അങ്ങനെ വെനീഗസ് അവിടെ എത്തി തൻ്റെ ആർമിയെ എല്ലാ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. കാരണം വെനീഗസ് ഒരു ചീറ്ററാണെന്ന് ആ ആർമി ലീഡർ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. അങ്ങനെ പ്രസിഡന്റ് ഓഫീസിൽ നമ്മുടെ ഹീറോയും ഗ്യാങ്ങും മറ്റൊരു സൈഡിൽ ആ തീവ്രവാദി ഗ്യാങ്ങും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടന്നു. അങ്ങനെ അവർ തോൽക്കുമെന്നായപ്പോൾ നമ്മുടെ ഹീറോയുടെ ഡിറ്റക്റ്റീവ് ടീം വന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് ആ ഗ്യാങ്ങിനെ മൊത്തം ഇല്ലാതാക്കി. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഹെലികോപ്റ്റർ അപകടം തന്റെ അറിവോടെയല്ല എന്ന് നമ്മുടെ പ്രസിഡന്റ് വെനീഗസ് ഹീറോയോട് പറഞ്ഞ് സോറിയും പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ വാർ ജയിച്ചത് ആളുടെ ഭാര്യയും കുഞ്ഞും ഞെട്ടലോടെ ടിവിയിൽ കാണുന്നു. അങ്ങനെ ആൾ വീണ്ടും വീട്ടിലെത്തി. അദ്ദേഹം ഒരു നാൾ ഫാമിലിക്കൊപ്പം പുറത്തു പോയപ്പോൾ അദ്ദേഹത്തിന് ഫോണിൽ മെസ്സേജ് വന്നു. അതും വെനീഗസിന്റെ നമ്പറിൽ നിന്ന്. അദ്ദേഹം മെല്ലെ ആ മെസ്സേജ് തുറന്നു നോക്കി. ഞങ്ങളുടെ രാജ്യത്തെ ആളുകളെ സംരക്ഷിച്ചതിനു ഞങ്ങളുടെ ചെറിയൊരു സമ്മാനം എന്ന് പറഞ്ഞ് $5 കോടി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഹീറോക്ക് വളരെയധികം സന്തോഷവാനായി. തന്റെ മോളെയും ഭാര്യയും കൂട്ടി അദ്ദേഹം ഔട്ടിങ്ങിന് പോകുന്നത് കാണിച്ചാണ് മൂവിയുടെ അവസാനം.